ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും കാളിവെണ്ട ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് സർവമായ സിനിമയുടെ റിവ്യൂ ആണ്. എന്താ പറയുക, കുറേ നാളിന് ശേഷം നിവിൻ പോളിയുടെ എല്ലാവരും കംബാക്ക് എന്ന് പറയുന്നത്, അതുപോലെ അങ്ങനെ തന്നെ പറയാം. നല്ലൊരു തിരിച്ചുവരവ് ഇവിടെ ഉണ്ടായിരുന്നു ആള്. പക്ഷേ നമുക്കറിയാം, പഴയ നമ്മുടെ നിവിൻ എന്ന് പറയുമ്പോൾ തട്ടത്തിമറയത്തും പ്രേമവും ആക്ഷൻ ഹീറോ ബിജും 1983 അങ്ങനെ തുടങ്ങിയ പടങ്ങളൊക്കെ കണ്ടുകൊണ്ടെന്ന് നമുക്ക് നിവിൻ്റെ ഇപ്പോഴത്തെ പടങ്ങൾ പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അപ്പോൾ അതൊന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാനും ഒരു 2.5 മണിക്കൂർ നമുക്കെല്ലാം മറന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു നല്ലൊരു സിനിമയാണ്. ഇപ്പോൾ ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, അത്യാവശ്യം നമുക്ക് സിനിമാ പ്രേമികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിലൊരു പടമാണ്. കാരണം നമുക്ക് ഒന്നുമില്ല, ജസ്റ്റ് ഒരു നല്ലൊരു ഫീൽ ഗുഡ് മൂവി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടും പ്രത്യേകിച്ച് പ്രവാസികൾക്കും അങ്ങനെ പുറത്തുള്ളവർക്കൊക്കെ കാണുമ്പോൾ പടം കുറച്ചും കൂടി കണക്റ്റഡ് ആയിരിക്കും. കാരണം നമ്മുടെ നാടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ, കാരണം നല്ല രീതിയിൽ സിനിമാറ്റോഗ്രാഫി നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ അതൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ ഇപ്പോൾ അതും പിന്നെ സ്റ്റോറി ലൈൻ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ പണ്ടൊക്കെ നമ്മളിങ്ങനെ ഹൊറർ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ പേടിപ്പിക്കുന്ന ആ രീതിയാണ് നമ്മൾ ഇങ്ങനെ കണ്ടുപോകുന്നുള്ളത്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണ്ട് വിസ്മയത്തുമ്പത്തിലൊക്കെ ഉള്ള ഒരു ചെറിയ റഫറൻസ് പോലെ ഇതിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അതല്ല, അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ നല്ല രീതിയിൽ കണക്ട് ചെയ്യാവുന്ന രീതിയിൽ. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടുംപൂർവ്വം അവിടെ നടക്കുന്ന ചെറിയ ചെറിയ തമാശകളും പിന്നെ നിവിൻ്റെ ആ ഒരു ചിരിയുണ്ട്, നമ്മൾ കുറേ നാളായിട്ട് കണ്ടു കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ചിരിയും കാര്യങ്ങളും. അപ്പോൾ അത് നമുക്ക് ഈ സിനിമയിൽ ഇഷ്ടം പോലെ കാണാൻ പറ്റും. പിന്നെ അജു വർഗീസായിട്ടുള്ള കോംബോ, പിന്നെ ഈ പടത്തിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ അഖിൽ സത്യൻ അന്ത്യക്കാരൻ്റെ മകൻ. അപ്പോൾ അദ്ദേഹം വളരെ മികച്ച രീതിയിലാണ് പടം എടുത്തിരിക്കുന്നത്. ആ ഒരു അച്ഛൻ്റെ എല്ലാ കഴിവും എന്ന് വെച്ചാൽ അച്ഛനേക്കാൾ കൂടുതൽ ഇതുള്ളൊരു മകനാണ് നമുക്ക് പറയാം. കാരണം നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പഴയ പടം നമുക്ക് മുന്നത്തെ പടം പാച്ചു, ആ പടത്തിൻ്റെ ആ ഒരു ഇതാണെങ്കിലും അതേപോലെ തന്നെ അതിൻ്റെ കുറച്ചും കൂടി അപ്പ് നിൽക്കുന്ന രീതിയിൽ. പിന്നെ നമ്മുടെ നിവിൻ പോളിയോടുള്ള മറ്റേ നമ്മുടെ ഇപ്പോൾ ലാലേട്ടൻ എന്ന സ്ലീപ്പർ സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ആ സ്ലീപ്പർ സെൽസ് ഫാന് കുറച്ച് നിവിനുണ്ട്. അത് അവർക്ക് സംബന്ധിച്ച് വളരെ 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 സന്തോഷവും. അതിലൊരാളാണ് ഞാനും. കാരണം നമ്മൾ പഠിച്ചു വരുന്ന സമയത്താണ് പ്രേമം തട്ടത്തിമറയത്തൊക്കെ അതേ സെയിം സമയത്താണ് ഇറങ്ങിയത്. സോ അതിൻ്റെ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിവിനോടുള്ള ഒരു പ്രത്യേക സ്നേഹം നമുക്കുണ്ട്. അങ്ങനെ അപ്പോൾ നമുക്ക് ഒരു കുടുംബസമേതം ഈ ക്രിസ്മസിന് നമുക്ക് ശരിക്കും ക്രിസ്മസ് വിരുന്ന് തന്നെ പറയാം. കുടുംബസമേതം എല്ലാവർക്കും കൂടി പോയിരുന്നിട്ട് ഒരു മോശമില്ലാത്ത രീതിയിൽ നല്ല ഫാമിലി എൻ്റർടൈൻമെൻറ്റ് തന്നെ പറയാം. നമുക്ക് നല്ല രീതിയിൽ കാണാം. അതിൽ അഭിനയിച്ചിരിക്കുന്ന അജു വർഗീസ് ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മുടെ ജനാർദ്ദനൻ സാറൊക്കെ ഇത്രയും കുറേ നാളിന് ശേഷമാണ് ത്രൂ ഔട്ട് ഒരു സിനിമയിൽ വരുന്നത്. നമുക്ക് അദ്ദേഹത്തിനെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് പഴയ സിനിമകളിലെ ഒരു ഓർമ്മയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ത്രൂ ഔട്ട് അദ്ദേഹത്തിൻ്റെ ആ ശൈലി, സംസാരം ഇതൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പഴയ കാലഘട്ടവും അതിൻ്റെ ഒരു പഴമയുടെ ഒരു ഇതൊക്കെ നമുക്ക് കിട്ടും പടത്തുനിന്ന്. പിന്നെ ആ സ്റ്റോറി ലൈൻ ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ഇങ്ങനെ തമാശകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകുന്നു. സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആവും പടത്തിലേക്ക്. അത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കുറേ ചില ആളുകൾക്ക് മെസ്സേജ് പോലെ നമുക്ക് പടത്തിന് എടുക്കാൻ പറ്റും. ലൈഫ് നമുക്ക് ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു ഇത് നമുക്ക് മനസ്സിലാവും, അങ്ങനെ എടുക്കാം. അല്ലാത്ത നമുക്ക് നല്ല രീതിയിൽ കണക്റ്റ് ആവുന്നുണ്ട് പടം. ഇമോഷണലി എൻഡ് ചെയ്യണമെങ്കിൽ കൂടി വളരെ നല്ല രീതിയിൽ അവർ എൻഡ് ആക്കിയിട്ടുണ്ട് പടം. സോ ഇപ്പം നമ്മൾ ഹൊറർ സിനിമസിൻ്റെ നമ്മൾ ഇത്ര നാളും കണ്ടിരുന്നതില്ലാണ്ട് അതിനെ നല്ല രീതിയിൽ എടുത്തിരിക്കുന്ന സിനിമ. സോ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരും പോയി കാണണം. നമ്മളിപ്പോൾ ചിലപ്പോൾ OTT കാണുള്ളൂ, നമുക്ക് മറ്റേ സിനിമ വലിയ എക്സ്പീരിയൻസ് എല്ലാവരും നമുക്ക് അതുപോലെ ആക്ഷൻ സീക്വൻസും കാര്യങ്ങളും വലിയ അങ്ങനെ സംഭവമൊക്കെ സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണാനുള്ള അങ്ങനെ പറയാനൊന്നുമില്ല. പക്ഷേ ഈ പടം നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ ഒരിക്കലും നഷ്ടമാവില്ല, നമുക്ക് വർത്താണ്. കാരണം നല്ല രീതിയിൽ ഇരുന്നിട്ട് ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റും. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ, ഫാമിലിയുടെ കൂടെ, കുട്ടികളുടെ കൂടെ ഒക്കെ ഇരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു പടമാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലില്ല, ഞാനിവിടെയാണുള്ളത്. സോ ഇവിടെ എൻ്റെ വൈഫിൻ്റെ കൂടെ പോയിട്ടാണ് കണ്ടത്. സോ വൈഫിന് നല്ല ഇഷ്ടമായി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നാട്ടിൽ കണ്ട ആൾക്കാർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പടം. സോ അപ്പോൾ ഞാൻ എല്ലാവരും കാണാൻ പറയുകയാണ്. നമ്മുടെ നിവിൻ പോളിയുടെ നല്ലൊരു തിരിച്ചുവരവ് എന്ന് പറയുന്ന പോലെ തന്നെ ഇതുപോലെ തന്നെ നിവിൻ്റെ കംഫർട്ട് സോണിൽ നിവിൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലത്തെ സിനിമകൾ വരട്ടെ. ഈ വർഷം ഇപ്പോൾ ഇറങ്ങിയ കുറേ സിനിമകൾ ഇറങ്ങി. അതിലിപ്പോൾ നമ്മുടെ ഇപ്പോൾ ലാലേട്ടൻ്റെ തുടരും, ലോക, അങ്ങനത്തെ പടങ്ങളിലൊക്കെ കൂട്ടത്തിൽ നമുക്ക് വയ്ക്കാൻ ഹൃദയപൂർവ്വം അതിൻ്റെ ഒരു കൂട്ടത്തിൽ വയ്ക്കാൻ പറ്റിയ നല്ലൊരു പടം തന്നെയാണതും. സോ എന്തായാലും ഈ വർഷം അവസാനം നല്ല രീതിയിൽ അവസാനിച്ചു, നല്ലൊരു പടം കണ്ടു. ഇനിയിപ്പോൾ വരുന്ന വർഷം ഇതുപോലെ തന്നെ നല്ല സിനിമകൾ വരട്ടെ. അപ്പോൾ പുതിയ റിവ്യൂകളായിട്ട് വരാം.
ജസ്റ്റ് തുടക്കമാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.